നമസ്കാരം പ്രിയപ്പെട്ടവർ. ക്രിപ്റ്റോ കറൻസി എന്ന് കേൾക്കാത്ത ആരും കാണത്തില്ല. എന്നാൽ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് ധാരണയുള്ളവർ കുറവാണ്. കാരണം ഇത് നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നല്ല. ഇതൊരു ഡിജിറ്റൽ കറൻസിയാണ്. 2009 ബിറ്റ്കോയിൻ എന്ന പേരിൽ ജപ്പാനിൽ തുടങ്ങിയ ഒരു കറൻസിയുടെ തുടക്കമാണ്. ഇന്ന് ഏതാണ്ട് 30,000-40,000 ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഇത്തരം ക്രിപ്റ്റോ കറൻസികൾ വാസ്തവത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ, എൽ സാൽവദോർ, ക്യൂബ തുടങ്ങിയ ചില രാജ്യങ്ങൾ മാത്രമാണ് നിയമപരമായ ഒരു കറൻസിയായി അംഗീകരിച്ചിരിക്കുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസി നിരോധിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസി വാസ്തവത്തിൽ ഈ ആധുനിക കാലത്ത് ഏറ്റവും വലിയ തട്ടിപ്പിനുള്ള ഒരു ഉപാധിയാക്കി ചിലരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് കൃത്യമായ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ ആ പ്രിൻസിപ്പിൾസ് ഒന്നും പാലിക്കാതെ ജനങ്ങൾക്ക് പിടികിട്ടാത്ത ഒന്നായതുകൊണ്ട് അതിൻ്റെ പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ മിക്ക തട്ടിപ്പുകളും എടുത്ത് പരിശോധിച്ചാൽ അതിലൊരു ക്രിപ്റ്റോ കറൻസിയുടെ എലമെൻ്റ് കാണും. വലിയ ആസൂത്രിത കൊള്ള നടത്തുന്നവർ, വലിയ അഴിമതിക്കാരൊക്കെ ക്രിപ്റ്റോ കറൻസിയിലൂടെയാണ് ഇടപാട് നടത്തുന്നത്, പ്രത്യേകിച്ച് ലഹരി കച്ചവടക്കാർ. എന്നാൽ നമ്മുടെ നാട്ടിലെ ക്രിപ്റ്റോ കറൻസിയുടെ പ്രസക്തി അതല്ല. ഈ ക്രിപ്റ്റോ കറൻസി നമ്മളെ കബളിപ്പിക്കാൻ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഒന്നായി മാറുന്നു. അനേകം ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ തട്ടിപ്പുകാർ പലപ്പോഴും മനുഷ്യന് മനസ്സിലാവാത്ത ഒരു ഫിലോസഫി ആയിരിക്കും പറയുന്നത്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല, കാരണം നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ക്രിപ്റ്റോ നിക്ഷേപത്തിൻ്റെ പേരിലാണ് ഏറ്റവും അധികം തട്ടിപ്പുകൾ നടക്കുന്നത്. എന്നാൽ സമാന്തരമായ ഒരു കറൻസി എന്ന നിലയിൽ, ഒരു ഡിജിറ്റൽ കറൻസി എന്ന നിലയിൽ ക്രിപ്റ്റോയ്ക്ക് പ്രസക്തി ഉണ്ട് താനും. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതോടെ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ മൂല്യം ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. കാരണം ഇതിൻ്റെ സാധ്യത ട്രംപിനറിയാമായിരുന്നു. ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ ട്രംപ് കറൻസി എന്ന പേരിൽ ഒരെണ്ണം ഇറക്കുകയാണ്. ഈ ക്രിപ്റ്റോ കറൻസിയുടെ പേര് ട്രംപ് എന്ന് തന്നെയാണ്. അതിലധികം അദ്ദേഹം പിന്നീട് ഇറക്കി. അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും ഒക്കെയാണ് നടത്തിപ്പുകാർ. പ്രസിഡന്റ് എന്ന പദവിയിലിരുന്നു കൊണ്ട് ട്രംപ് വ്യാപാര കരാറുകൾ അടക്കമുള്ള ചർച്ചകൾക്ക് വേണ്ടി പോകുമ്പോൾ പിന്നാമ്പുറത്ത് ട്രംപിൻ്റെ ക്രിപ്റ്റോ കറൻസിയെ പ്രോത്സാഹിപ്പിക്കാൻ ഇടപാട് നടത്താൻ ഈ ദുർബല രാജ്യങ്ങളുമായി ധാരണയിലെത്താറുണ്ട്. പാകിസ്ഥാനൊക്കെ അങ്ങനെയാണ് ട്രംപിൻ്റെ അടുത്ത സുഹൃത്തുക്കളായി മാറുന്നത്. താൽക്കാലികമാണ്. ട്രംപ് ഇറങ്ങുമ്പോൾ ക്രിപ്റ്റോയും പൂട്ടും, പാകിസ്ഥാനെ പോലുള്ള ദുർബല രാജ്യങ്ങളുടെ അമേരിക്കൻ ചെങ്ങാത്തവും തീരും. കളങ്കിത സാമ്പത്തിക ഇടപാടുകളുള്ള നിരവധി അറബ് രാജ്യങ്ങളിലെ പ്രമുഖരുമായി ട്രംപിൻ്റെ ക്രിപ്റ്റോ കറൻസിക്ക് ഇത്തരം ബന്ധങ്ങളുണ്ട്. ഞാനിത് പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായി ക്രിപ്റ്റോ മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് പറയാനാണ്. ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലുതും ഏറ്റവും ആദ്യത്തേതും ഏറ്റവും വിശ്വസനീയമായത് ബിറ്റ്കോയിനാണ്. 2008 തുടങ്ങി 2009 അത് കറൻസിയായി വന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു ബിറ്റ്കോയിൻ്റെ വില 1 കോടിയിലേറെയായിരുന്നു. എന്ന് വെച്ചാൽ ഏതാണ്ട് $1,26,000 ഒരു ബിറ്റ്കോയിന് വിലയുണ്ടായി. അതായത് നമ്മൾ ഒരു ബിറ്റ്കോയിൻ വാങ്ങണമെങ്കിൽ 1 കോടിയിലേറെ രൂപ കൊടുക്കണമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അതിൻ്റെ മൂല്യം പകുതിയായി കുറഞ്ഞു. ഏതാണ്ട് $60,000 കുറഞ്ഞു. ഒറ്റയടിക്ക് 2 ദിവസം കൊണ്ട് ഒരു ബിറ്റ്കോയിൻ്റെ വില $60,000. അതായത് $60,000 വൈപ്ഡ് ഔട്ട്, അത് പോയി. അപ്പോൾ ആ ക്രിപ്റ്റോ കറൻസി വാങ്ങിയിരുന്നവർ, ഈ 60,000 മുകളിൽ വില കൊടുത്ത് വാങ്ങിയിരുന്നവർ, അവരുടെ കയ്യിലിരുന്ന വരുമാനം മുഴുവൻ ചോർന്നുപോയി. മാത്രമല്ല ക്രിപ്റ്റോ കമ്പനികൾ, ഈ ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തുന്ന കമ്പനികളുടെ മൂല്യം ഒറ്റയടിക്ക് പകുതിയായി കുറഞ്ഞുപോയി. ഇത് വലിയൊരു പ്രതിസന്ധി ക്രിപ്റ്റോ മാർക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ക്രിപ്റ്റോ കമ്പനികൾ അവരുടെ ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികൾ വിറ്റൊഴിയാനുള്ള നീക്കം നടത്തുന്നത് റിപ്പോർട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബിറ്റ്കോയിൻ്റെതും ക്രിപ്റ്റോ കറൻസിയുടെയും വരുമാനം മൂല്യം വീണ്ടും താഴോട്ട് പോകും. എന്നാൽ ഇതൊക്കെ പതിവ് പോലെ ഉണ്ടാവുന്ന താൽക്കാലിക തിരിച്ചടികളാണെന്നും അടിസ്ഥാനപരമായി അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ ഭാഗമാണെന്നും വിശ്വസിക്കുന്ന ഏറെയുണ്ട്. ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഈ ബിറ്റ്കോയിൻ തുടങ്ങിയ കാലം മുതൽ ഞാനിത് ഫോളോ ചെയ്യാറുണ്ട്. ഒരു ബിറ്റ്കോയിൻ്റെ വില $10,000 കടക്കുമ്പോൾ വലിയ വാർത്തയായി എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഞാനത് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2012-14 കാലഘട്ടത്തിലൊക്കെ ഈ ക്രിപ്റ്റോയുടെ വില ഏതാണ്ട് $10,000-20,000 ആയിരുന്നു. അന്നൊരു ക്രിപ്റ്റോ കറൻസി വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വില എത്രയായി കൂടുമായിരുന്നു എന്ന് ഓർക്കും. ഇപ്പോൾ വില ഇടിഞ്ഞാൽ പോലും വലിയ ലാഭമായിരുന്നു. 2016-17 കാലഘട്ടത്തിൽ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വില ഏതാണ്ട് 40,000-50,000 ആയിരുന്നു. അതായത് ഇടയ്ക്ക് താന്നെങ്കിലും കൂടി, പിന്നീട് അതങ്ങോട്ട് ഉയർന്നു.
2021 ആയപ്പോഴേക്കും 44 ലക്ഷം, ഒരു ഡോളറിൻ്റെ വില 44 ലക്ഷം രൂപയായി വർദ്ധിക്കുകയാണ്. എന്നാൽ 2022 ഡിസംബറിൽ ഇത് വീണ്ടും കുറഞ്ഞു 13,74,000 ആകുന്നു. 2021 ഫെബ്രുവരിയിൽ ഏതാണ്ട് 33 ലക്ഷമാകുന്നു. 2022 ഡിസംബർ ആയപ്പോഴേക്കും 13,74,000 കുറയുന്നു. ഒരു ഇതിൻ്റെ വിലയാണ് ഈ 33 ലക്ഷത്തിൽ നിന്നും 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 13 ലക്ഷമായി കുറയുന്നു. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലനം സംഭവിക്കാൻ 2017 വലിയ ഇടിവുണ്ടായിരുന്നു. വീണ്ടും അത് ഉയർന്നു വരുന്നു. 2025 ഒക്ടോബറിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത് പീക്കിലെത്തുന്നത് $1,26,210 $1,26,000 എന്ന് പറഞ്ഞാൽ $1 കോടിയിലധികം രൂപയാണ്. ഇന്ന് അത് $60,075, ഏതാണ്ട് 60 ലക്ഷം രൂപയായി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് താൽക്കാലികമാണെന്നും ഇനിയും ഇത് കടന്നു വരും എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നത് ഈ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നാണ്. കാരണം ട്രംപ് ചുമതലയേൽക്കുകയും ട്രംപ് ഇതിന് വക്താവുകയും ട്രംപ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാവുകയും ചെയ്തത് ഈ വർധനവുണ്ട്. ട്രംപിൻ്റെ കൊയിൻ അദ്ദേഹം പ്രഖ്യാപിച്ചു ഒരു ദിവസം, ആ ഒരൊറ്റ ദിവസം കൊണ്ട് അതിൽ 80% സ്വന്തം കയ്യിലാണ്, 20% കൊടുത്തത്. 20% വാങ്ങാൻ ഇടിയായിരുന്നു. 300% വരെ വില വർധനമുണ്ട്. 300% വിറ്റ സാധനത്തിൻ്റെ എത്ര 3 ഇരട്ടി 4 ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ ട്രംപിൻ്റെ കോയിൻ്റെ വില ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. ഏതാണ്ട് $75 വരെ ലോകത്തെ ഏറ്റവും ജനപ്രിയമായ ക്രിപ്റ്റോ കറൻസികളിൽ 19ാം സ്ഥാനം ഇപ്പോഴും ട്രംപിൻ്റെ കോയിനുണ്ട്. അത് $75 നിന്നും ഇപ്പോൾ $3.22 കുറഞ്ഞു. വലിയ ഇടിവാണ് പറ്റിയിരിക്കുന്നത്. എങ്ങനെയാണ് ട്രംപ് ഇതിൻ്റെ വക്താവായിട്ടും ഇങ്ങനെ താണുപോയത് എന്ന ചോദ്യം ബാക്കിയാണ്. ഇതിൻ്റെ കാരണമായി പറയുന്നത്, ഇതിന് ലോകത്തെ ഒരു സെൻട്രൽ ബാങ്കുകളും, നമ്മുടെ RBI പോലെ എല്ലാ രാജ്യങ്ങൾക്കും സെൻട്രൽ ബാങ്കുകളും, ഒരു സെൻട്രൽ ബാങ്കുകളും ഇതിനെ ഒരു സ്ഥിര നിക്ഷേപം, ഇതിനൊരു സ്ഥിരതയുള്ള നിക്ഷേപ സംവിധാനമായി കാണുന്നില്ല. സ്വർണത്തിന് ബദൽ നിൽക്കാൻ പറ്റുന്നില്ല. സ്വർണത്തിൻ്റെ ഈടും ഉറപ്പും ബിറ്റ്കോയിനില്ല. ഇന്ന് ഇപ്പോൾ സ്വർണത്തിന് വില കൂടുന്നു, ലോകത്താകപ്പാട് അനിശ്ചിതത്വം ഉണ്ടാകുന്നു. എന്തിനേറെ വെള്ളിക്ക് പോലും വില കൂടുന്ന സാഹചര്യത്തിലാണ് ബിറ്റ്കോയിൻ്റെ മേലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്. ട്രംപ് അതിനെ ബൂസ്റ്റ് ചെയ്ത് ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കും. കാരണം നഷ്ടമുണ്ടാകുന്ന ട്രംപിനാണ്, ട്രംപിന് ലാഭമാണ് പോകുന്നത്. പക്ഷേ എത്ര ട്രംപ് ശ്രമിച്ചാലും ഈ ആത്മവിശ്വാസം ഈ ക്രിപ്റ്റോയെക്കുറിച്ചില്ല എന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കയറും. ഇനി 67,000 ഇനിയും കൂടാം. പക്ഷേ അടിസ്ഥാനപരമായി ലോകത്തെ സെൻട്രൽ ബാങ്കുകൾ ഇതിനെ ഒരു ഔദ്യോഗിക കറൻസിയായി അംഗീകരിക്കുന്നത് വരെ ഇതൊരു ചൂതാട്ടമായി തുടരും. ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. ഇതൊരു റിസ്ക് പിടിച്ച പണിയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ബൈജു സ്വാമി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തിരിച്ചറിയണം. ബൈജു സ്വാമി ഇതേക്കുറിച്ച് എഴുതിയ കുറിപ്പ് കൂടി കേൾക്കുക. കുറച്ചുനാൾ മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ട്രംപ് അധികാരമേറ്റ ഉടനെ പുള്ളി ഒരു ഡയലോഗ് അടിച്ചു. ബിറ്റ്കോയിൻ കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങി ഒരു ബിറ്റ്കോയിൻ റിസർവ് ഉണ്ടാക്കി USDയെ പിടിച്ചു നിർത്തും. അങ്ങനെ അമേരിക്കയുടെ സുപ്രീമസി നിലനിർത്തുമെന്ന്. തുടർന്ന് ബിറ്റ്കോയിൻ്റെ വില കുതിച്ചുയർന്ന് $1.26 ലക്ഷം എത്തി. അപ്പോൾ കുറേ ബിറ്റ്കോയിൻ പ്രേമികൾ സ്വർണം എന്ന റിസർവ്, ഫിയറ്റ് കറൻസികളെല്ലാം കാലഹരണപ്പെടും എന്നടിച്ചു വിട്ടു. ട്രംപിൻ്റെ നമ്പരായിരുന്നു ബിറ്റ്കോയിനിലേക്ക് മാറ്റും അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് ട്രംപ് പ്രഖ്യാപിച്ചു. ബിറ്റ്കോയിൻ്റെ വില കുതിച്ചുകൂടി. അങ്ങനെയാണ് ഈ ഉയർന്ന നിരക്കിലേക്ക് കയറിയത്. അന്ന് ഞാൻ ഒഴുക്കിനെതിരെ നീന്തുന്ന സ്വഭാവം മൂലം പറഞ്ഞു, മറ്റു രാജ്യങ്ങൾ റിസർവ് സൂക്ഷിക്കുന്നത് സ്വർണം പ്ലസ് US ട്രഷറി എന്ന രീതിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ട്രംപ് അത് പുഴുങ്ങി തിന്നേണ്ടി വരുമല്ലോ എന്ന്. വളരെ കൃത്യമായൊരു വിലയിരുത്തലാണ് ബൈജു സ്വാമി നടത്തിയത്. അങ്ങോട്ട് മാറ്റിയതുകൊണ്ട് ആരെങ്കിലും വാങ്ങണ്ടേ. ഉടനെ കുറേ ടെക്കി നോർഡുകൾ ബിറ്റ്കോയിൻ ആനയാണ്, ചേനയാണ്, എനിക്ക് വിവരമില്ല എന്നൊക്കെ ആക്ഷേപിച്ചു. ഞാൻ എഴുതുന്ന കുറിപ്പിൻ്റെ അടിയിലും അവർ വരും. കാരണം ഇവരൊക്കെ ഇതിൻ്റെ സാധ്യതകൾ മുതലെടുത്ത് ലാഭം കൊയ്യാൻ ഇറങ്ങിയവരാണ്. അവരപ്പം തന്നെ അറിയാത്തതിനെക്കുറിച്ച് പറയലടാ തെണ്ടി എന്ന് പറഞ്ഞ് എൻ്റെ അടിയിൽ വരുമെന്ന് ഉറപ്പാണ്. ഞാനത് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒക്ടോബർ 2025 ഇത് ബിറ്റ്കോയിൻ $1.26 ലക്ഷം വില എത്തിയപ്പോൾ ചൈനീസ് സെൻട്രൽ ബാങ്ക് അതൊന്നും ഗവനിക്കാതെ US ട്രഷറി വിറ്റ് സ്വർണം വാങ്ങിക്കൂട്ടുകയായിരുന്നു. US ട്രഷറി വിറ്റു, ചൈന അത് വാങ്ങാൻ തുടങ്ങി. ഇന്ത്യയും ഏതാണ്ട് അതേ മോഡിലേക്ക് മാറാനും ആലോചിക്കുന്നതായി സെൻട്രൽ ബാങ്ക് ഗവർണർ സൂചന നൽകിയെങ്കിലും ട്രംപ് കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന സ്വർണം വാങ്ങിയില്ല. വാസ്തവത്തിൽ US ട്രഷറി സ്വർണം വിറ്റപ്പോൾ ഇന്ത്യക്ക് വാങ്ങാമായിരുന്നു, പക്ഷെ ഇന്ത്യ വാങ്ങിയില്ല. കൂടാതെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഉപയോഗിച്ചുമില്ല. അന്ന് സ്വർണത്തിൻ്റെ വില ഏകദേശം $3,800 ആയിരുന്നു. ചൈന അത് ഉപയോഗിച്ചു. പിന്നീട് സ്വർണം കുതിച്ചുയരുന്നത് നാം കണ്ടു. പക്ഷെ ടെക്കി നെർഡ് തൈരന്മാരുടെ ബിറ്റ്കോയിൻ തകർന്നടിഞ്ഞുകൊണ്ട് ഇക്കാലയളവിൽ 1.26 ലക്ഷത്തിൽ നിന്ന് 68,000 അതായത് പകുതിയായി കുറഞ്ഞു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നോർഡുകൾ പറഞ്ഞത് ലോകം സാമ്പത്തികമായി അരക്ഷിതമാകുമ്പോൾ സ്വർണത്തേക്കാൾ മികച്ച റിസർവായി ബിറ്റ്കോയിൻ മാറുമെന്നായിരുന്നു. ട്രംപ് വന്നതിന് ശേഷം ലോക സമ്പദ് വ്യവസ്ഥയിലുണ്ടായ അൺസർട്ടനിറ്റി മൂലം
നോർഡിയുടെ വാദം ശരിയാണെങ്കിൽ ബിറ്റ്കോയിൻ കുറഞ്ഞത് 20% ഉയരണമായിരുന്നു. കാരണം സ്വർണ്ണവില 20% ഉയർന്നിട്ടുണ്ട്. പക്ഷേ ബിറ്റ്കോയിൻ വൻകിട നിക്ഷേപകർ പോലും വിറ്റുമാറുകയാണ്. എൻ്റെ ബലമായ സംശയം പുതിയ ഫെഡ് ചെയർമാൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഫെഡിൻ്റെ ബാലൻസ് ഷീറ്റ് ചെറുതാക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഇനിയും താഴേക്ക് പോകും. അല്ലാതെ വേറെ കണക്ക് എനിക്കറിയില്ല. ബിറ്റ്കോയിൻ ഇവിടെ നിന്ന് അല്പം ഉയരുമ്പോൾ നോർഡുകൾ ഇനിയും ഓരോ ആർഗ്യുമെൻറ്റുമായി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിനെ ഹാങ് ഓവർ എഫക്റ്റ് എന്ന് പറയും. ഇനിയും ബിറ്റ്കോയിൻ വളരാം, അപ്പോൾ പിന്തുണയ്ക്കുന്നവർ രംഗത്ത് വരാം. എന്നാൽ അങ്ങനെയല്ല. ബിറ്റ്കോയിനെ ഔദ്യോഗികമായി അമേരിക്ക പോലും അംഗീകരിക്കുന്നില്ല. ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ചില കറൻസി ട്രേഡിംഗ് രാജാക്കന്മാരായവരിൽ നിന്ന് ചെറുപ്പത്തിൽ കേട്ടതാണ്. USD ഒരു വെപ്പനൈസ്ഡ് കറൻസിയാണ്. അവർ ഫിയറ്റിൽ യാത്ര ചെയ്താലും ബാലൻസ് ഷീറ്റ് ചുരുക്കിയാലും USDക്കെതിരെ സ്വർണം മാത്രമേ തൽക്കാലം വാല്യൂ സ്റ്റോറേജ് ഓവർ ഫിക്സിംഗ് നടക്കൂ. ബിറ്റ്കോയിൻ പോലുള്ള കുറേ ക്രിപ്റ്റോ കറൻസികൾ ഫെഡ് ഒഫീഷ്യലെ അംഗീകരിക്കാതെ റിസർവ് സ്റ്റാറ്റസ് നേടില്ല. അതുവരെ ബിറ്റ്കോയിനുള്ള നിക്ഷേപം ചൂതുകളി മാത്രമാണ്. ഇതാണ് എൻ്റെ വാസ്തവം. ഫെഡ് എന്ന് പറയുന്നത് അമേരിക്കൻ സെൻട്രൽ ബാങ്കാണ്. ഈ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പോലും ഇതിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല. സെൻട്രൽ ബാങ്കുകൾ ഔദ്യോഗികമായി അംഗീകരിച്ചാൽ സ്ഥിതി മാറും. പക്ഷെ അത് അംഗീകരിക്കുമെന്ന് ഉറപ്പില്ല. കാരണം ഇതൊരു ചൂതാട്ടം തന്നെയാണ്. ആർക്കും ഇതിൽ മാനിപ്പുലേഷൻ നടത്താൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, അടിപൊളിയാണ്, അതാണ് ഇതാണ് ആനയാണെന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ ഇത് അടിസ്ഥാനപരമായി തട്ടിപ്പിന് സാധ്യതയുള്ള ഒന്നാണ്. ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടിലേക്ക് പോവാതെ മര്യാദയ്ക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ചെയ്തു മുമ്പോട്ട് പോയാൽ നിക്ഷേപകർക്ക് നല്ലതായിരിക്കും. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണെങ്കിൽ, നമ്മൾ തട്ടിപ്പിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഉണ്ടാക്കുന്നതാണെങ്കിൽ പരീക്ഷിക്കാം, പോയാൽ പോട്ടെന്ന് വയ്ക്കാം. പക്ഷേ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഊഹക്കമ്പോളത്തിലേക്ക് എടുത്തു ചാടരുത്. ഇടയ്ക്കിടെ അതിൻ്റെ വില ഉയർന്ന് നമ്മളെ മോഹിപ്പിച്ചെന്ന് വരാം. പക്ഷെ അതെന്താണെന്ന് പോലും നമുക്കറിയാത്ത സ്ഥിതിക്ക് നമ്മളതിൽ തലവയ്ക്കാതിരിക്കുന്നതാണ് ഉചിതം.